നമസ്കാരം. വിചാരവീഥിയിലേക്ക് സ്വാഗതം. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയതായ 2ാം ക്ലാസ്സുകാരി അമ്മയോട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, ക്ലാസ്സിൻ്റെ പിറകിൽ എന്നെ നിർത്തി. ഡ്രോയിങ് ക്ലാസ്സിൽ ആകാശം വരച്ചപ്പോൾ ഞാൻ പിങ്ക് നിറമാണ് കൊടുത്തത്. ആകാശത്തിൻ്റെ യഥാർത്ഥ നിറമെന്താ? അമ്മ പറഞ്ഞു, ടീച്ചർക്ക് തെറ്റിയതാണ്. നിന്റെ ആകാശത്തിന് നിനക്കിഷ്ടമുള്ള നിറം നൽകാം. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാർ എന്നെ മണ്ടി എന്ന് വിളിച്ചു. അവർ പറഞ്ഞു ആകാശത്തിൻ്റെ നിറം നീലയാണെന്ന്. അവളെ ആശ്വസിപ്പിച്ച് അമ്മ വീണ്ടും പറഞ്ഞു, ആർക്കു വേണ്ടിയും നീ നിന്റെ ആകാശത്തിൻ്റെ നിറം മാറ്റണ്ട. എല്ലാവർക്കും അവരവരുടേതായ ആകാശമുണ്ട്. നിന്റെ ആകാശം പിങ്കാണ് എന്ന് നീ തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. സ്ഥിരരൂപങ്ങളെ അസ്ഥിരപ്പെടുത്താതെ പുതിയതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ശീലിച്ചവയിലേക്ക് മാത്രം ചിന്തകളും പ്രവൃത്തികളും കേന്ദ്രീകരിക്കപ്പെടുന്നുവെന്ന ഒരു പരിമിതിയിൽ നിന്നാണ് ഒരാൾക്ക് അയാളുടെ തനിമയും സ്വാതന്ത്ര്യവും നഷ്ടമാകുന്നത്. ചെറുപ്പം മുതലേ കണ്ട ബാഹ്യരൂപങ്ങളും നിറങ്ങളും അടിസ്ഥാന ഭാവവും ഏകഭാവവുമായി വിശ്വസിച്ചതുകൊണ്ട് ഒട്ടേറെ പേരുടെ ക്രിയാത്മകത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ട്രാഫിക് സിഗ്നലിനോ മഴവില്ലിനോ നിറഭേദങ്ങൾ ഒരിക്കലും സാധ്യമല്ലെങ്കിലും സ്വന്തം ചുവരിലെ ചായക്കൂടുകൾക്ക് വൈവിധ്യങ്ങൾ സാധ്യമാണ്. അതിന് സ്വന്തമായ ചുവരും ക്യാൻവാസും വേണം. അവിടെ മുൻധാരണകൾക്ക് വഴങ്ങാതെ സ്വയനിർമ്മിതികളെ വിളക്കിച്ചേർക്കുമെന്ന തീരുമാനമാണ് വേണ്ടത്. താരതമ്യത്തിലൂടെയും പൊതുബോധത്തിലൂടെയും മാത്രമേ സഞ്ചരിക്കാവൂ എന്ന ഒരു പാരമ്പര്യവാദം പല മഹനീയ സൃഷ്ടികളെയും മുളയിലെ നുള്ളിക്കളയുന്നതാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഒന്നിനെ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്താൻ സാധിക്കത്തില്ല. എല്ലാവരെക്കുറിച്ചും എന്തെങ്കിലും വിമർശനങ്ങൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവയ്ക്കിടയിലൂടെ നിരന്തരം യാത്ര ചെയ്യുക എന്നതാണ് വളരുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. എൻ്റെ ആകാശം എനിക്കുള്ളതാണെന്നും അതിന് എനിക്കിഷ്ടപ്പെട്ട നിറമാണ് വേണ്ടതെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് പുതിയ ആകാശവും പുതിയ മണ്ണും രൂപം കൊള്ളുന്നത്. ചിലതൊക്കെ നാം പൊളിച്ചെഴുതണം. ചിലതൊക്കെ പൊളിച്ചെഴുതുമ്പോഴേ പുതിയ വായന സാധ്യമാകുകയുള്ളൂ. നമസ്കാരം.